ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബായ് കരഞ്ഞ് അഭിനയിച്ച ഒരു പടത്തിനെ കുറിച്ചാണ്. വെരി നാച്ചുറൽ. താങ്ക് യു സർ. പടം തുടങ്ങുന്ന കുഞ്ഞുബായിനെ കാട്ടിയിട്ടാണ്. ആ സ്കൂളിലെ ബുദ്ധിരാക്ഷസനായിരുന്നു നമ്മുടെ ബായി. പിന്നെ ഒരു ദിവസം ബായിക്ക് ഒരു അനിയൻകുട്ടൻ ഉണ്ടാവും. നിന്റെ ചേട്ടൻ പ്രേം ചേട്ടാ. പിന്നെ ആ കൊച്ചി ഇത്തിരി വലുതാവും. ബായി എന്നിട്ട് സ്നേഹിച്ചു കൊല്ലും. പിന്നെ ബായുടെ സ്കൂളിലേക്ക് ഗാന്ധിജി വരും. എന്നിട്ട് ബായ ആത്മവിശ്വാസം എവിടെ നിന്നാണ് വരണേന്ന് ഗാന്ധിജിയോട് ചോദിക്കും. അപ്പൊ ആള് പറയും ഹാട്ടിന്നാണെന്ന്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? പിന്നെ ബായി എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട്, നമുക്ക് വീടിന്റെ മോളിൽ നിന്ന് ചാടാന്ന് പറഞ്ഞിട്ട് അനിയനും കൊണ്ട് ചാടും. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. പിന്നെ ബായുടെ ഡാഡ് വെള്ളടിച്ച് കിണ്ടിയായിട്ട് വണ്ടി ഓടിച്ചിട്ട് ഡാഡും അമ്മയും പടവും. എനിക്കൊന്ന് പറയാനുള്ളത്, മദ്യം വിഷമാണ്, അത് കഴിക്കരുത്. അല്ലടാ? അതെ അതെ. പിന്നെ ബായും അനിയനും വളർന്നു വലുതാവും. ഇവരുടെ ഹോബി എന്നിട്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ മലയുടെ മോളിൽ പോയിട്ട് ചാടാ. കുറച്ച് കൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഒരു സേഫ്റ്റിക്ക് ഞാൻ മരുന്ന് പോക്കറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല. പിന്നെ ബായുടെ അനിയനെ മിലിറ്ററിയിൽ സെലക്ട് ചെയ്യും. എന്നിട്ട് ബായുടെ അനിയൻ ക്രഷിനോടും ബായിനോടും ടാറ്റ പറഞ്ഞ് അവിടുന്ന് പോവും. പിന്നെ ബായ അനിയനെ കാണാണ്ട് സാഡാവും. Every night in my dreams I feel you, I see you. പിന്നെ ബായുടെ പഞ്ചായത്തിൽ ഒരു മാജിക് ഷോ നടക്കണ കണ്ടിട്ട് ബായി അങ്ങോട്ട് പോവും. പിന്നെ സാർക്ക് സല്ലുബായിനെ വിളിച്ചിട്ട് മാജിക് കാണിക്കാനായിട്ട് സല്ലുബായിയോട് കൈയൊന്ന് പൊക്കാൻ പറയും. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. ഈ ഒറ്റ സീൻ ചെയ്യാനാണ് സാർക്ക് ഈ സിനിമയിൽ വന്നേക്കുന്നത്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. പിന്നെ ബായുടെ അനിയൻ ചൈനക്കാരായിട്ടുള്ള യുദ്ധത്തിന് പോവും. എന്നിട്ട് ചൈനക്കാര് കുറെ വെടിവെക്കും. എന്നിട്ട് ആ ഉണ്ട കയറാണ്ട് കുറെ ഇന്ത്യക്കാര് പടാവും. എടേ 100 കോടിക്ക് പടം എടുത്തിട്ട് ഒരു ടൊമാറ്റോ സോസെങ്കിലും പൊട്ടിക്കടേ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ, കൊറേ സമയമായിട്ട് കളിയാക്കണ്. പിന്നെ ബായി കാര്യം അറിഞ്ഞിട്ട് ആകെ സാഡാവും. എന്നിട്ട് അവിടെയുള്ള ഒരു അപ്പൂപ്പൻ, എടാ കുഴപ്പമൊന്നുമില്ലടാ, അവിടെ ഫ്രണ്ട്ലി യുദ്ധമാണ്, പ്രശ്നമൊന്നുമില്ല, ഉണ്ട കയറാണ്ടാണ് ആൾക്കാരൊക്കെ ചാവണേന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കും. പിന്നെ ബായി ആ അപ്പൂപ്പനെ SRK കാട്ടി തന്ന കുപ്പി വെച്ചുള്ള പരിപാടി കാട്ടി കൊടുക്കും. ഇന്ന് വല്ലതും നടക്കുവോ? പറ്റില്ലേ ബലം പിടിക്കണ്ട, വിട്ടുകളഞ്ഞേക്ക്, അല്ലെങ്കിൽ ഇവിടെ വല്ലതും പോകും. പിന്നെ ബായി സൈക്കിൾ ചോട്ടി പോയോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചൈനക്കാരനെ കാണും. ബായി എന്നിട്ട് ആ നാട്ടിൽ പോയിട്ട് ചൈനക്കാരൻ വന്നിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ആ പഞ്ചായത്തിലുള്ള മണ്ടനോടികൾ എല്ലാവരും കൂടി പോയിട്ട് പെട്രോൾ ബോംബ് ആ ചൈനക്കാരന്റെ വീട്ടിലേക്ക് എറിയും. ഇതൊക്കെ എന്ത് നുമ്മ കാണിച്ചാലോ, നോക്കോ. പിന്നെ ഈ നടന്ന കാര്യം അവിടെയുള്ള ഒരു അപ്പൂപ്പൻ അറിഞ്ഞിട്ട് ആ കൊച്ചിന്റെ അടുത്ത് പോയിട്ട് സോറി പറയാൻ ബായിയോട് പറയും. ബായി എന്നിട്ട് സോറി പറയാൻ പോകുമ്പോ അവന്റെ കിട്ടും. ബായി പിന്നെ ആ ചെക്കനെ ഇംപ്രസ് ചെയ്യാനായിട്ട് സോഡയൊക്കെ വാങ്ങി കൊടുക്കും. അന്ന് 2 അച്ചാറും കുപ്പിയും വാങ്ങി കൊടുക്കുക. എന്താണ് ഒരു കൊച്ചിന് സോഡ വാങ്ങി കൊടുക്കണോ? ഒരു ക്യാരക്ടറിനെ നിഷ്കളങ്കനാക്കാനായിട്ട് നോക്കിയിട്ട് മണ്ടനാക്കണോ? പിന്നെ ബായി വീണ്ടും അവനെ ഇംപ്രസ് ചെയ്യാനായിട്ട് തന്നിമത്തനൊക്കെ അവന് കൊണ്ടു കൊടുക്കും. ഇത് മൂക്ക് കൊടുത്തത് കോയമ്പത്തൂരിലെ അങ്കിളുമാർ തന്നാന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവസാന ചെക്കൻ പ്രാന്തായിട്ട് ഒരു ഐസ്ക്രീം വാങ്ങി തരാൻ പറയും. ബായി എന്നിട്ട് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഒരു ഫ്രണ്ട്സ് ആവും. പിന്നെ ബായി അവനൊരു കാട്ടി കൊണ്ടുപോയിട്ട് അവരോട് ഭാരത് മാതാ കി ജയ് വിളിക്കാൻ പറയും. സീരിയസ് ആയിട്ടുള്ള ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കോമഡി ആയിട്ടുണ്ട്. പിന്നെ ബായി ചൈനക്കാരന്റെ കൂടെ ഇങ്ങനെ നടക്കണ കണ്ടിട്ട് അവിടെയുള്ള നാട്ടുകാര് ബായിക്ക് ഇട്ടൊരെണ്ണം കൊടുക്കും. ബായി എന്നിട്ട് നിന്ന് കരയും. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ ബായി അനിയനെ ഒരു ഷൂ വാങ്ങിയിട്ട് അത് ക്യാമ്പിൽ കൊണ്ട് കൊടുക്കാൻ പോണ സമയത്ത് അവിടുത്തെ ഓഫീസർ പറയും ബായുടെ അനിയനെ ചൈനീസുകാർ പൊക്കിന്ന്. ഇതറിഞ്ഞിട്ട് ബായി അങ്ങ് കരയും. അയ്യോ
പിന്നെ ബായി വിഷമായിട്ട് മലയുടെ മോടിൽ നിന്ന് അങ്ങ് ചാടും. പക്ഷെ ബായി ചാവില്ല, വല്ല വിഷം കഴിച്ച് ചത്തൂടെ ബായി. നശിപ്പിച്ചു. അല്ലെങ്കിലും വേണ്ട സമയത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ അവനെ കൊണ്ട് പറ്റൂല. ഇനി ചെയ്താൽ മതി. പിന്നെ ചൈനക്കാരെ നാട്ടിലുള്ള ആൾക്കാർ തല്ലാൻ പോണ സമയത്ത് ബായി കൈ പൊക്കും. അപ്പൊ അവിടെ ഭൂമി കുലുക്കുണ്ടാവും. മനസ്സിലായ എന്തേലും പൊളന്നു നമ്മള് അമ്മാതിരി പവറാ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? നിങ്ങപ്പോ ചോദിക്കും ബായി കൈ പൊക്കിയപ്പോ എങ്ങനെ ഭൂമി കുലുക്കുണ്ടായെന്ന്. കാരണം ഇതൊരു പേട്ടപ്പെടണം, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ബായി ഭൂമി കുലുക്കൊക്കെ ഉണ്ടാക്കിയ കാരണം നാട്ടുകാർക്ക് ഭയങ്കര ബഹുമാനവും ബായോട്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. പിന്നെ ഇന്ത്യൻ ചൈനയായിട്ടുള്ള യുദ്ധം സ്ട്രോങ് ആയിന്ന് ബായി റേഡിയോ കോടെ കേൾക്കും. ബായി എന്നിട്ട് നാട്ടിൽ പോയിട്ട് കൈ പൊക്കിയിട്ട് ബായുടെ സൂപ്പർ പവർ യൂസ് ചെയ്യും. എന്നിട്ട് അടുത്ത ദിവസം ആ യുദ്ധം അങ്ങ് നിർത്തിവെക്കും. ബായുടെ പവർ അപാരം തന്നെ. ചേട്ടൻ ശരിക്കും ആരാട്ടാ? ദൈവമാണോ? പിന്നെ യുദ്ധം നിർത്തിയ കാരണം എല്ലാവരും ഡാൻസ് ചെയ്ത് വൈബ് ചെയ്യും. മിന്നമിനിങ്ങിന്റെ പിന്നിൽ ബൾബ്, മിന്നമിനിങ്ങിന്റെ പിന്നിൽ ബൾബ്, മിന്നമിനിങ്ങിന്റെ ചന്തിൽ ബൾബ്, നല്ല 9 വാൾട്ടിന്റെ ബൾബ്. പിന്നെ മറ്റേ ചൈനക്കാരൻ ബായുടെ അടുത്ത് വന്നിട്ട് ആ നാട്ടുകാരെ അവരെ തല്ലിന്ന് പറയും. ബായി എന്നിട്ട് അവന്മാരെ തല്ലാനായിട്ട് പോവും. പിന്നെ ബായുടെ നാട്ടിലേക്ക് കുറച്ച് മിലിറ്ററിക്കാർ വന്നിട്ട് ബായുടെ അനിയൻ പാടായിന്ന് ബായിയോട് പറയും. ബായി എന്നിട്ട് നിന്ന് കരയും. അത് കണ്ട് നമ്മ ചിരിക്കും. പിന്നൊരു ടെസ്റ്റാണ്. ബായുടെ അനിയൻ പാടായിട്ടില്ല, അവർക്ക് ആള് മാറിയത്. എന്നിട്ട് ബായി അവനെ കാണാനായിട്ട് ക്യാമ്പിക്ക് പോവും. താൻ ചത്തില്ലല്ലേ? ഇല്ല. ചാവൂല. അവന്റെ പാട്ടന്മാരും ഒറ്റ വെട്ടിന് ചാവൂല, ഇഞ്ചിഞ്ചായ ചാവൂ. പിന്നെ അനിയന്റെ ഓർമ്മ പോവും. എന്നിട്ട് ബായി അവന് ഓർമ്മ വരാൻ വേണ്ടിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കും. പണ്ട് ചെയ്ത പോലെ ഇങ്ങനൊക്കെ കൊരങ്ങനെ പോലെ കാണിക്കും. കലക്കിട്ടാ ശരിക്കും അതുപോലെ ഉണ്ട്. പിന്നെ അനിയന് ഓർമ്മ വരും. പിന്നെ ഇവന്റെ കൈയും കാലും ഒടിഞ്ഞതൊക്കെ ശരിയാവും. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി മലയുടെ മുകളിൽ പോയിട്ട് ചാടി ചാവാനായിട്ട് വീണ്ടും പോവും. അങ്ങനെ പടം കഴിഞ്ഞു. കാലന് പോലും വേണ്ട അവന്മാരെ. ഈ പടം അവിടെ 200 കോടി അടിച്ച പടാട്ടാ. ഇതിലും വലിയ കോമഡി എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബായിയുടെ കാണാൻ കൊള്ളാവുന്ന ഒരു നല്ല സിനിമ എടുത്തിട്ടുള്ള ഡയറക്ടറാണ് ഈ സിനിമയുടെ ഡയറക്ടർ. എന്ത് പറ്റിയാവും മൂപ്പർക്ക്? ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ?